ഡ്യുവൽ ട്രയൽ 2-1 അറിയാം. ഇത് ഒരു വീഡിയോ ആണ്, ശ്രദ്ധിച്ചു കാണണം. ആദ്യത്തത് എവർക്ക് കൊടുക്കാം. വീഡിയോയിലുള്ള ചെറിയ കാര്യങ്ങൾ വരെ ചോദ്യമായിട്ട് വരാം. വീഡിയോ പ്ലീസ്. 58 കോടി രൂപയുടെ പ്രീ ബുക്കിംഗ് കോൺഫിഡൻസുമായി കസ്തൂരി മണക്കും ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിലേക്ക് സ്റ്റീവൻ നെടുമ്പള്ളിയും എബ്രാം ഖുറേഷിയും എത്താൻ മോഹൻലാൽ എന്ന കംപ്ലീറ്റ് ആക്ടറുടെ അഭിനയ ജീവിതത്തിലെ ഏറ്റവും ഉജ്ജ്വലമായ മുഹൂർത്തത്തിലേക്കുള്ള യാത്ര കൂടിയാണ് എമ്പുരാന്റേത്. 2 മണിക്കൂർ 59 മിനിറ്റ് 59 സെക്കൻഡ് ദൈർഘ്യത്തിൽ അവസാനിക്കുന്ന എമ്പുരാനിലെത്തുമ്പോൾ ഈ ഒളിപ്പിച്ചു വെച്ച രഹസ്യങ്ങൾ ഒക്കെ പുറത്തു വരും. അപ്പോ മോള് എല്ലാം ശ്രദ്ധിച്ചോ? എന്നാ ചോദ്യത്തിലേക്ക് കിടക്കട്ടെ. ചിത്രത്തിലെ സഞ്ചാരി ധരിച്ചിരുന്ന ബാഗിന്റെ നിറം എന്ത്? അതിനകത്ത് ഏതാ യെല്ലോ ബാഗിന്റെ നിറം? മോളുടെ ഉത്തരം യെല്ലോ ആണോ? ഉറപ്പാണോ? യെല്ലോ ആണെന്ന് ഉറപ്പിക്കാം അല്ലെ? യെല്ലോ തെറ്റാണോ? ശരിയായ ഉത്തരം ഓഡിയൻസിനുള്ള അവസരമാണ്. ആർക്കാണ് ഉത്തരം അറിയാവുന്നത്? കൈവോക്കി മോളെ. ടേക്ക് ദ മൈക്ക്, ടേക്ക് ദ മൈക്ക്. ഗ്രീൻ. ഉറപ്പല്ലേ ഗ്രീൻ ആണോ? ആണോ? ബാഗ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തൂക്കിയിടുന്ന സാധനമല്ലേ? നോക്ക്. ഗ്രീൻ. കൺഗ്രാറ്റുലേഷൻസ്. വരൂ. എന്താണ് പേരെന്താണ്? ഫൗസിയ. ഫൗസിയ എന്ത് ചെയ്യുന്നു? ഫൗസിയ ഫ്രണ്ടിലോട്ട് വരും. ഏത് ക്ലാസ്? 9ാം ക്ലാസ്സിലേക്ക്. 9ാം ക്ലാസ്സിലാണ്. ഫൗസിയ ഗ്രീൻ എന്നുള്ള ശരിയായ ഉത്തരം പറഞ്ഞ ആൾ ഗ്രീൻ ഇട്ട് വന്നതാണ് അതിന്റെ കറക്റ്റ് കോയിൻസിഡൻസ് കേട്ടോ. അപ്പൊ റെഡി? നമുക്ക് നോക്കാം ഗെയിം എന്താന്ന്. മീനാക്ഷി, ടാസ്ക് ഇത്രേ ഉള്ളൂ. ഇപ്പൊ കുറെ ലെറ്റേഴ്സ് ആൻഡ് നമ്പേഴ്സ് കണ്ടില്ലേ? ഇതിൽ ഏതെങ്കിലും ഒരു റോ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ടാസ്ക് കംപ്ലീറ്റഡ് ആവുന്നതായിരിക്കും. എന്ത് വെച്ച് ഫില്ല് ചെയ്യും നമ്മള്? ഫില്ല് ചെയ്യാനായിട്ട് ഇവിടെ സംഭവങ്ങൾ വെച്ചിട്ടുണ്ട് ഞാൻ. എമ്മിന് എം ഉണ്ട്, ആറിന് ആറുണ്ട്, എല്ലാം ഉണ്ട്. യെസ് യെസ്. അപ്പൊ ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരു റോ ഫില്ല് ചെയ്താൽ ടാസ്ക് കംപ്ലീറ്റഡ് ആവുന്നതായിരിക്കും. സമയം 45 സെക്കൻഡ്സ്. റെഡി ഫൗസിയ? ഞാൻ മൈക്ക് എടുക്കാം കേട്ടോ. ഓടു വാരു നേടു ഗോ. ഫൗസിയ സൂപ്പർ സൂപ്പർ. എന്താ എനർജി. വരൂ. ഏതെങ്കിലും ഒരു റോ ഫില്ല് ചെയ്താൽ മതി. ഓക്കെ, ആദ്യത്തെ റോ ചൂസ് ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ റോയിലേക്ക് കടന്നിട്ടുണ്ട്. കറക്റ്റ് ആയിട്ട് വെക്കണം കേട്ടോ അക്ഷരങ്ങള്. ഏത് റോ തീരുമാനിച്ചോ? ഓക്കെ, ഫസ്റ്റ് റോ ഏകദേശം കംപ്ലീറ്റ് ആവാറായി. ഒരു ലെറ്ററും കൂടെ കിട്ടിയാൽ മതി. ഓക്കെ, ചീയവിടെ തപ്പു. സമയം നോക്കാൻ പറ്റിയില്ല അല്ലേ? പക്ഷെ ഒരു കാര്യമുണ്ട്, എടുത്തെല്ലാം കൊള്ളാം. ഈ ഫാന് ലീഫ് ഇല്ലാണ്ട് എന്ത് ചെയ്യും? എന്തായാലും ഒരു ഫാനിന്റെ ബോഡി കിട്ടിയിട്ടുണ്ട്. നേരത്തെ നിങ്ങൾക്ക് കിട്ടിയ അതെ നമ്മുടെ എമർജൻസി ലാൻറ്റേൺ. പിന്നെ കുക്ക് ചെയ്യുന്ന ആളാണോ? അത്യാവശ്യം കുക്ക് ചെയ്യും. അപ്പൊ ഹാൻഡ് ബ്ലണ്ടർ ഭയങ്കരമായിട്ട് ഗുണം ചെയ്യും. ഒരു ഹാൻഡ് ബ്ലണ്ടർ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ദാ വിജയശ്രീ ലാളിതയായി. പിടിച്ചോളൂ, ഐശ്വര്യമായിട്ട് പിടിച്ചോളൂ മോളെ. സൂപ്പർ. ചോദ്യം ഇനി നിങ്ങൾക്കുള്ളതാണ്. ഇതേപോലെ മറ്റൊരു വീഡിയോ ശ്രദ്ധിച്ച് കാണുക. ഓക്കെ, വീഡിയോ പ്ലീസ്. അപ്പോൾ കേരള യാത്രയ്ക്കിടെ നമ്മുടെ സീനിയർ ക്യാമറമാൻ പ്രവീൺ ധർമ്മശാല പകർത്തിയ ചില ദൃശ്യങ്ങളുണ്ട്. ക്യാമറ മിഴി തുറന്നപ്പോൾ പ്രവീൺ പ്രത്യേകിച്ച് ഒരു കയ്യിൽ അദ്ദേഹത്തിൻ്റെ സ്ഥിരമുള്ള പ്രൊഫഷണൽ ക്യാമറയുണ്ട്, മറ്റൊരു കയ്യിൽ അദ്ദേഹം മൊബൈൽ ഫോൺ വെച്ചിട്ട് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുക. 2 കൈകളിലും ഷൂട്ട് ചെയ്ത ക്യാമറമാനെയാണ് കണ്ടത്. അപ്പോൾ എനിക്ക് തോന്നി മൊബൈലിൽ അദ്ദേഹം ചിത്രീകരിച്ച ദൃശ്യങ്ങൾ SKN40യുടെ ചില അപൂർവമായ ദൃശ്യങ്ങൾ പ്രേക്ഷകരെ കാണിച്ചു തരാം. ഓക്കെ, കണ്ടു, എല്ലാം ശ്രദ്ധിച്ചു. ഇതിനകത്ത് ഒരുപാട് പേരുടെ പേരുകൾ പറയുന്നുണ്ട്. വേറൊരു വലിയ ഫേമസ് ആയിട്ടുള്ള ഒരു വേൾഡ് ലീഡറിനെ കാണിച്ചു. കണ്ടു. ചിത്രത്തിൽ എത്ര മലയാളം വാക്കുകളുണ്ട്? ഒരു ചിത്രം കാണിച്ചിരുന്നു. ആ ചിത്രത്തിൽ എത്ര മലയാളം വാക്കുകളുണ്ടായിരുന്നു? വായിച്ചത് ആലോചിച്ച് നോക്കാം. വായിച്ചത് എന്താണെന്ന് ആലോചിച്ച് നോക്കാം. അപ്പൊ കിട്ടും. മൊബൈൽ ഫോൺ സൈലന്റ് മോഡിൽ ഇടുക. ഇതാണോ എഴുതിയിരുന്നതിനകത്ത്? ഒരു റെഡ്. കറക്റ്റ് ആണ്. പക്ഷേ അപ്പൊ എത്ര അക്ഷരം എന്ന് പറഞ്ഞോളൂ, എത്ര വാക്കെന്ന് പറഞ്ഞോളൂ. എല്ലാം മലയാളത്തിൽ എഴുതിയിരിക്കുന്ന മലയാളത്തിലാണെങ്കിൽ അത് കണക്കൂട്ടിക്കോളൂ. എന്നിട്ട് പറയും. മൊബൈൽ ഫോൺ 5. എഴുതിയിരുന്ന എന്താണെന്ന് പറയും. മൊബൈൽ ഫോൺ സൈലന്റ് മോഡിൽ ഇടുക. മൊബൈൽ ഫോൺ ഒറ്റ വാക്കായിട്ട് കണക്കാക്കി. ഒറ്റ വാക്കായിട്ട്. ഓക്കെ, എന്നിട്ട് സൈലന്റ് 1,
മോഡ് 1 ആ. ഇടുക 1 അപ്പൊ 4. 4 ആണ്. ഉറപ്പാണ്. ഉറപ്പാണ്. ഉറപ്പിക്കാലോ? ഉറപ്പിക്കാം. ഞാൻ കൺഫേം ചെയ്യണം 4 ഉത്തരം എന്നുള്ളത്. മാറ്റൂലല്ലോ ഇനി? ഇല്ല. ശരി, ഞാനത് ഹോൾഡ് ചെയ്യാം. ഞാൻ നമ്മുടെ ഓഡിയൻസിലോട്ട് പോയിട്ട് തിരിച്ചു വരാം. ഓഡിയൻസ്, മലയാളത്തിലെ വാക്കൊന്നുള്ളൂ, മൊത്തം എഴുതിയിരിക്കുന്ന 5 വാക്ക്. 5 ഇത് എന്താ മലയാളത്തിൽ ഒരു വാക്കേ ഉള്ളൂ എന്ന് പറഞ്ഞേ? ചെയ്യുക എന്ന് മാത്രമേ മലയാളത്തിലുള്ളൂ. ഫോൺ ഇംഗ്ലീഷ് അല്ലേ? ആ. സ്വിച്ച് ഓഫ് എന്ന് പറഞ്ഞ ഇംഗ്ലീഷ് അല്ലേ? മൊബൈൽ എന്താ അപ്പൊ? മൊബൈൽ മൊബൈൽ ഇംഗ്ലീഷ് ഇംഗ്ലീഷാണ്. അപ്പൊ അതിന്റെ മലയാളം വാക്ക് പറയും. മൊബൈൽ ഫോണിന്റെ മലയാളമായിട്ട് എഴുതിയിരിക്കുന്ന ഒരു വാക്ക്, മലയാളമായിട്ട് എഴുതിയിരിക്കുന്നത് മാത്രം നോക്കിയാൽ ഒരു വാക്കുള്ളൂ. അതെന്താ എല്ലാം മലയാളത്തിലല്ലേ എഴുതിയിരുന്നേ? എഴുതിയിരിക്കുന്ന 5 എണ്ണം മൊത്തം ഉണ്ട്. തെറ്റാണ്, പറയൂ. നിങ്ങളുടെ മൊബൈൽ ഫോൺ സൈലന്റ് ചെയ്യുക. That is right. അതാണ് right. നിങ്ങൾ മിസ്സായി പോയത് നിങ്ങളുടെ മലയാളം ടീച്ചറാണ്. കണ്ടുപിടിച്ചില്ലേ മോശമാണ്. ടീച്ചർ വരൂ.